വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഡീകൺസ്ട്രക്ട് സൺസ്ക്രീൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ റിവ്യൂ. എല്ലാവർക്കും ഭയങ്കര ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീനാണ് ഡീകൺസ്ട്രക്ട്. ഇതിൽ SPF 50+ഉം PA+++ഉം ആണുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ്. ഒരുപാട് വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ സൺസ്ക്രീൻ വാങ്ങിയത്. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. ഇത് കണ്ടോ, ഭയങ്കര ഓയിലിയാണ്. സോ എനിക്ക് ഒരുപാട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഓരോ പിമ്പിൾസ് ഉണ്ടാവണേ. അതിൽ ഡീകൺസ്ട്രക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായ പിമ്പിളാണ് ഇതൊക്കെ. എല്ലാവരും പറയുന്നത് ഭയങ്കര ഓയിലി സ്കിന്നുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് ഇത്. പക്ഷേ അഡ്വൈസ് ആയിട്ടുള്ള എഫക്റ്റാണ് ഈ സൺസ്ക്രീൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഒരു പിമ്പിൾസും ഇല്ലാത്ത എൻ്റെ ഫേസിൽ ഇങ്ങനെ പിമ്പിൾ മാർക്സ് ഉണ്ടാവാൻ കാരണം ഈ സൺസ്ക്രീനാണ്. ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണിത്. മിനിമാലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണിത്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ എഫക്റ്റൊന്നും ഉണ്ടായിട്ടില്ല. ഈ രണ്ട് പ്രൊഡക്ട്സും എനിക്ക് ഓക്കെ അല്ലായിരുന്നു. പക്ഷേ ഡീകൺസ്ട്രക്ട് ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയാണ് ഡീകൺസ്ട്രക്ട് എന്ന്. പക്ഷേ എനിക്ക് ഓക്കെ അല്ലായിരുന്നു. ഓയിലി സ്കിൻ ടൈപ്പിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും സൺസ്ക്രീൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരിക. കാരണം എനിക്ക് ഇതുവരെയായിട്ടൊരു സൺസ്ക്രീൻ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. സൺസ്ക്രീൻ ഇടാതെ പോകേണ്ട അവസ്ഥയാണ് എനിക്ക്. ഈ ഡീകൺസ്ട്രക്ട് സൺസ്ക്രീൻ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫോർഹെഡിലൊന്നും അധികം പിമ്പിൾസ് ഒന്നും ഉണ്ടാവാറില്ല. കൂടുതലും ചീക്സിലാണ് ഉണ്ടാവുക. എന്ത് സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആയാലും അതിൻ്റെ എഫക്റ്റൊക്കെ എൻ്റെ ചീക്കിലാണ് ഉണ്ടാവുക. കൂടുതലായിട്ടും ചീക്കിലും നോസിലും. ഇത് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് എൻ്റെ ഫോർഹെഡിൽ വരെ പിമ്പിൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിമ്പിൾസ് എല്ലാം ചെറിയ കുഞ്ഞു പിമ്പിൾസ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ അധികം ബോദർ ചെയ്തില്ല അതിനെക്കുറിച്ച്. പിന്നെ ഞാൻ വീണ്ടും സെക്കൻഡ് ടൈം ഇത് യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെയൊക്കെ പിമ്പിൾസൊക്കെ നല്ലപോലെ വലുതായി വന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓയിലി സ്കിന്നിന് പറ്റിയ സൺസ്ക്രീൻ ഓയിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിലിയാണ്. എന്താ ഞാൻ ചെയ്യുക? ആൾക്കാർ ഭയങ്കരമായിട്ട് പറയും, എന്തൊരു ഗ്ലോയാണ് മുഖത്ത്, ഭയങ്കര ഗ്ലോ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, എന്താ തേക്കണം മുഖത്ത്? ഒന്നും തേക്കണില്ല, ഞാൻ ഒന്നും തേച്ചിട്ടില്ല. ഇതെന്തെങ്കിലും എനിക്കറിയില്ല. ഇത് ആദ്യമൊന്നും ഇങ്ങനെ ഓയിലി ആയിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരുന്നു, ഒരു ക്രീം. അതെനിക്ക് കൊളാബായിട്ട് വന്നൊരു ക്രീമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. സോ അത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിൻ ഒന്നും കൂടെ ഓയിലി ആയി. പക്ഷേ അത് പുറത്തുനിന്നൊക്കെ ഭയങ്കര രസമാക്കാം. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഗ്ലോ ആയിട്ട് നല്ല ഗ്ലോ ഉണ്ടല്ലോ. പക്ഷേ അവർക്ക് ഇങ്ങനെ വെയിലൊക്കെ കൊള്ളുമ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് ഇരുണ്ടായിട്ടാവും ഇരിക്കുക. പക്ഷേ എനിക്ക് ഭയങ്കര ഗ്ലോ ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എഫക്റ്റാണെന്ന് തോന്നുന്നത്. ഇതാണ് മിനിമാലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസർ. ഇതിൽ എഴുതിയിട്ടുണ്ട് ഓയിൽ ഫ്രീ ആണെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഓയിൽ ഫ്രീ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും ഈ ഓയിൽ ഫ്രീ എന്ന് പറയുന്ന സംഭവമൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. ഇങ്ങനെ ഭയങ്കര ഗ്രീസി ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അവിടെ ഒട്ടിയിരിക്കും. അങ്ങനെ ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെയാണ് ഡീകൺസ്ട്രക്റ്റും. നോൺ ഓയിലി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത് യൂസ് ചെയ്തിട്ടൊരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഭയങ്കര ഗ്രീസി ഒരു ടെക്സ്ചറാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ പാച്ചസ് യൂസ് ചെയ്തിട്ടാണ് ഇത്രയ്ക്കൊക്കെ റിമൂവ് ആയി പോയത്. ഇത് നീം ആക്നെ പിമ്പിൾ പാച്ചാണ്. അടിപൊളിയാണ്. പക്ഷെ ഇത് ഇത്രത്തോളം വലുതാവാൻ കാരണം ഈ പാച്ച് കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇതെങ്ങനെയാണ് എനിക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്. ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് പോലും ഉണ്ടാവില്ല, പെട്ടെന്ന് ഹീലാവും പിമ്പിൾസൊക്കെ. 36 പാച്ചസ് ആണുള്ളത്. 36 പാച്ചസ് അടിപൊളിയാണ്. ഒറ്റ ദിവസം കൊണ്ട് ഹീലാവും. ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന പിമ്പിൾസൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഓക്കെ ആയി കിട്ടും. പിന്നെ ഒരു റെഡ് മാർക്കേ ഉണ്ടാവുള്ളൂ. ബ്ലാക്ക് മാർക്ക് ഉള്ളതിനേക്കാൾ നല്ലല്ലേ റെഡ് മാർക്ക്. 36 പാച്ചസ് ആണ് ഇതിലുള്ളത്. ഇതിൻ്റെ സെക്കൻഡാണ്. ഇതിൽ ചെറിയ പിമ്പിൾസിനുള്ളതും വലിയ പിമ്പിൾസിനുള്ളതും കിട്ടും. പ്രോപ്പറായിട്ട് എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പിമ്പിൾ പാച്ച് യൂസ് ചെയ്തിട്ട് പിമ്പിൾ ഉണ്ടാവരുത്. ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. ഈ വെയിലത്തൊക്കെ എങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പുറത്തു പോകും? ആർക്കെങ്കിലും ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ സൺസ്ക്രീൻ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.